പൊടി വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി. ബാ ഹായ് പറ. ബാ ബാ പറ. ബാ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? 2 ഗ്ലാസ് അമൃതം പൊടി, 1 ഗ്ലാസ് മൈദപ്പൊടി, ചെറിയൊരു പീസ് ബട്ടർ, പിന്നെ വെല്ലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. മധുരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നതായതുകൊണ്ട് ശർക്കരയാണ് ചേർത്തത്. ഞാൻ ഉരുക്കിയെടുത്തില്ല ശർക്കരയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ ശർക്കര കിട്ടും. അതെടുത്ത് കഴിഞ്ഞാൽ അതിൽ കല്ല് മണ്ണൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ശർക്കരയാണ് എടുത്തതെങ്കിലും ഞാനത് ഉരുക്കി എടുത്തിട്ടുണ്ട്, മേ ബി കല്ലുണ്ടായാലെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി മാവിന് നമ്മൾ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കുഴച്ചിട്ടെടുക്കുക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വിട്ടുപോയ ഒരു സാധനമാണ് ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഉപയോഗിക്കാം. നമുക്ക് മാവ് നല്ല കൈക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് പറ്റിപ്പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ കാരണം വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഉണ്ടാവും, സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് അധികം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സോ അതേപോലെ തന്നെ വീണ്ടും സൺഫ്ലവർ ഓയിൽ കയ്യിലാക്കിയിട്ട് നമുക്ക് കയ്യിലൊരു ബോൾ പോലെ ആക്കി ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ട്രേ നമുക്ക് എയർ ഫ്രയറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ട്രേ ആണ്. അതിൽ നമുക്കിങ്ങനെ പരത്തിയിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 7 എണ്ണം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ ഒരേ സമയത്ത് പറ്റണമെന്നില്ല. നമുക്ക് എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആവിയിൽ നമുക്ക് ഇതുപോലെ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അമൃതം പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്കാണ് ഈ ഒരു കുക്കീസ്. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്നാക്കായിട്ടൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ കുറേ ദിവസത്തേക്ക് കേട് കൂടാതൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ഷേപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു സാധനം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ 185 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 14 മിനിറ്റ് ഇത് എയർ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മളെ എയർ ഫ്രയർ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ രാവിലത്തെ ചായക്കൊക്കെ നമുക്കും കഴിക്കാൻ വേണ്ടി പറ്റും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.